ഉത്തർപ്രദേശിൽ ഭരണമുന്നണിയിലെ ഭൂരിപക്ഷം എംഎൽഎമാരും പിന്തുണ ഉറപ്പിച്ച് അഖിലേഷ് യാദവ് 229 എംഎൽഎമാരിൽ 194 എംഎൽഎമാർ അഖിലേഷിന് പിന്തുണ അറിയിച്ച് കത്ത് നൽകി. നിയമസഭയിൽ കേവല ഭൂരിപക്ഷമുണ്ടെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തുമെന്നും വിജയം അച്ഛന് സമ്മാനിക്കുമെന്നും അഖിലേഷ് പറഞ്ഞു. അഖിലേഷ് മുലായം സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ ലഖ്നൌവിൽ എസ് അനുകൂലികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, അഖിലേഷ് യാദവ് ഒരു സേഫ് സോണിലും മുലായം സിംഗ് ഒരു ഡേഞ്ചർ സോണിലും ആകുന്നു എന്ന നിലയിലേക്കാണോ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം നീങ്ങുന്നത്? സുരരാജ്, നിർണായക കൂടിയാലോചനകളും യോഗങ്ങളുമാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാവ് അസം ഖാനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അഖിലേഷ് യാദവ് സ്വവസതിയിൽ എംഎൽഎമാരുടെ യോഗം വിളിച്ചിരുന്നു. 194 എംഎൽഎമാർ ഈ യോഗത്തിൽ പങ്കെടുത്ത് അഖിലേഷ് യാദവിന് പിന്തുണ അറിയിച്ചു. അതിനുശേഷമാണ് അഖിലേഷ് യാദവ് മുലായം സിംഗുമായുള്ള കൂടിക്കാഴ്ചക്കായി ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് പോയത്. അതേസമയം തന്നെ രാവിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ മുലായം സിംഗ് യാദവ് മുതിർന്ന നേതാക്കളെ കണ്ടു. അസം ഖാൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അസം ഖാനാണ് മുലായം സിംഗിന്റെ ദൂതനായി അഖിലേഷ് യാദവിന്റെ വസതിയിൽ എത്തി. അവിടെ നിന്നും അഖിലേഷ് യാദവും അസം ഖാനും പാർട്ടി ആസ്ഥാനമായ ലക്നൌവിൽ എത്തി മുലായം സിംഗിനെ കാണുകയായിരുന്നു. ഏതായാലും പാർട്ടിയിൽ താനാണ് അജയൻ എന്ന് അഖിലേഷ് യാദവ് തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടിയിലെ ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. ഭരണത്തിനാവശ്യമായ കേവല ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് അഖിലേഷ് യാദവ് രാവിലെ ഈ യോഗത്തിലൂടെ നടത്തിയത്. അതേസമയം തന്നെ ഈ അഖിലേഷ് യാദവിനൊപ്പം കൂടുതൽ എംഎൽഎമാർ നിലയുറപ്പിച്ചത് മുലായം സിംഗ് യാദവ് ക്യാമ്പ് ക്ഷീണപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അഖിലേഷ് യാദവ് മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് അമർ സിംഗിനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തണം. അമർ സിംഗുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അമർ സിംഗിനെതിരെ നടപടിയെടുക്കാൻ മുലായം സിംഗ് യാദവ് തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം അസം ഖാൻ മുഖാന്തരം അഖിലേഷ് യാദവ് മുലായത്തിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് മുലായം സിംഗ് കടക്കാനുള്ള സാധ്യതയുമില്ല. നേരത്തെ ഈ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് അമർ സിംഗിനെ തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു മുലായം സിംഗ് യാദവിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. ഈ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും മുലായമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഖിലേഷ് യാദവ് പാർട്ടി അണികളെ കാണും, പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. അതേസമയം തന്നെ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് വിഭാഗവും അഖിലേഷ് യാദവ് വിഭാഗവും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷവും പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് അഖിലേഷ് യാദവ് വിഭാഗവും മുലായത്തിനെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ഏറെ പാടുപെട്ടാണ് ഇരു വിഭാഗങ്ങളെയും നിയന്ത്രിച്ചത്. രാവിലെ അഖിലേഷ് യാദവ് പക്ഷം നടത്തിയ പ്രതിഷേധ പ്രകടനവും അക്രമാസക്തമായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ ഇവരുടെ യാദവ കുടുംബത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നത തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ അണികളും ചേരിതിരിഞ്ഞ് തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഏതായാലും എന്താണ് അഖിലേഷിന്റെ നീക്കം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഉത്തർപ്രദേശിലെ ഭാവി രാഷ്ട്രീയം നിശ്ചയിക്കപ്പെടുന്നത്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമാജ്വാദി പാർട്ടിയിലെ പ്രതിസന്ധി നിർഭാഗ്യകരമാണെന്നും പാർട്ടി എംഎൽഎമാരെല്ലാം ദേശീയ അധ്യക്ഷൻ മുലായം സിംഗ് യാദവിനെ പിന്തുണയ്ക്കണമെന്ന് പാർട്ടി നേതാവ് അമർ സിംഗ് പറഞ്ഞു. പാർട്ടിക്ക് അടിസ്ഥാനമിട്ടത് മുലായമാണ്. അഖിലേഷിന് എന്ന പോലെ പാർട്ടിയുടെയും പിതാവാണ് മുലായമെന്നും അമർ സിംഗ് പറഞ്ഞു. समाजवादी पार्टी में जो कुछ घटित हो रहा है वो बहुत ही दुर्भाग्यपूर्ण है। किस मेहनत से, किस शिद्दत से, कितनी तकलीफ से इस पार्टी का निर्माण आदरणीय मुलायम सिंह जी ने किया है। मैंने पहले भी कहा है, आज फिर दोहरा रहा हूँ, मुलायम सिंह जी समाजवादी पार्टी के भी पिता हैं और मुख्यमंत्री अखिलेश यादव के भी पिता। आज तो कुछ ऐसा लग रहा है कि रामचंद्र का कह गए सिया से ऐसा कलयुग आएगा, बेटा करेगा राज, बेचारा बाप जंगल को जाएगा. നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക നടപടികൾ ഉണ്ടായേക്കും. അതേസമയം ATMകളിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക 4500 രൂപയാക്കി ഉയർത്തി. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 24,000 രൂപയിൽ മാറ്റമില്ല. നോട്ടുകൾ വിദേശത്ത് അച്ചടിക്കാൻ നൽകിയത് വഴി വൻ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർലമെന്റ് സമിതിയുടെ എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര നീക്കം. ആഭ്യന്തര മന്ത്രാലയം കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഡിലാർ യു എന്ന കമ്പനിക്കാണ്
അച്ചടി കരാർ നൽകിയത്. ഈ കമ്പനിയും മോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. DLRU എന്ന ബ്രിട്ടീഷ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ DLRU കമ്പനിയുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കണം. നോട്ട് പ്രതിസന്ധി 50 ദിവസം പിന്നിട്ടിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. ജനങ്ങൾ കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥയെയാണ് മോദി വിളിച്ചു വരുത്തുന്നത്. ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതായും സുധീരൻ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ATM-ൽ നിന്നും പിൻവലിക്കുന്ന പണത്തിന്റെ തോതിൽ ചില വ്യത്യാസം വന്നതല്ലാതെ ഇത്ര നിരുത്തരവാദപരമായി ഒരു രാജ്യത്തിന്റെ ഭരണം, ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ഇതുപോലെ കൈകാര്യം ചെയ്തൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും. അതുകൊണ്ട് ജനദ്രോഹപരമായ, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദി പമ്പര വിഡ്ഢിത്തം ചെയ്തിട്ട് വീണ്ടും ജനങ്ങളെ അനുദിനം വിഡ്ഢികളാക്കി മാറ്റുന്ന പ്രഖ്യാപനങ്ങളുടെ പരമ്പരകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രക്ഷോഭം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭമാണ് ഇതേവരെ കാര്യത്തിൽ. KSRTC-യിൽ ജനുവരിയിലും ശമ്പളവും പെൻഷനും വൈകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ UDF സർക്കാരാണ് KSRTC-യെ തകർത്തതെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTC-യെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. അണ്ണാ DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ശശികല ചുമതലയേറ്റെടുത്തു. റോയൽപേട്ടയിൽ പാർട്ടി ആസ്ഥാനത്തെ MGR-ന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ശശികല എത്തിയത്. തുടർന്ന് ജയലളിതയുടെ ഫോട്ടോയിലും ശശികല പുഷ്പാർച്ചന നടത്തി. ആയിരക്കണക്കിന് പ്രവർത്തകർ ചടങ്ങിന് സാക്ഷിയാവാൻ റോയൽപേട്ടയിലെത്തിയിരുന്നു. 100 വർഷം പാർട്ടി തമിഴ്നാട് ഭരിക്കുമെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം ശശികല പറഞ്ഞു, അമ്മയ്ക്ക് പാർട്ടിയായിരുന്നു വലുത്, തനിക്ക് അമ്മയും. പാർട്ടിയെ വൻ ശക്തിയായി വളർത്തും. ഏകപക്ഷീയമായി തന്നെ തെരഞ്ഞെടുത്തതിൽ പാർട്ടി പ്രവർത്തകരോട് നന്ദിയും ശശികല അറിയിച്ചു. പീപ്പിൾ ഇംപാക്ട് പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സഹകരണ സംഘത്തിലെ അഴിമതിയെ തുടർന്നാണ് നടപടി. DCP ശിവവിക്രമാണ് സസ്പെൻഡ് ചെയ്തത്. അഴിമതി വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. S. ജീവൻകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജീവൻ, പറയൂ. സുരാജ്, പോലീസ് അസോസിയേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പോലീസിന്റെ ചുമതല കൂടിയുള്ള T. ശിവവിക്രം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DCP T. ശിവവിക്രം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതിന് ആധാരമായ വാർത്ത നേരത്തെ പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് സഹകരണ സംഘം ഏതാണ്ട് 100-160 കോടി രൂപ ആസ്തിയുള്ള കേരളത്തിലെ ഒരു പ്രമുഖമായ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ്. അതിന്റെ ഭരണസമിതി അംഗമായിരുന്നു GR അജിത്ത്. GR അജിത്തിനെതിരെയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും അസോസിയേഷന്റെ സെക്രട്ടറി, അതായത് പോലീസ് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിക്കെതിരെ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ സോമനാഥൻ നേരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. തുടർന്ന് വിജിലൻസിലും പരാതി അദ്ദേഹം നൽകിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സോമനാഥൻ നൽകിയ പരാതി 6 മാസങ്ങൾക്ക് മുമ്പാണ് പരാതി നൽകിയത്. പരാതിയുടെ കാരണം ഇപ്രകാരമായിരുന്നു. പോലീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ഭരണസമിതി യോഗത്തിൽ മിനിറ്റ്സിൽ തിരിമറി കാട്ടി എന്നതായിരുന്നു. അതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളും ഇതോടൊപ്പം പോലീസിന് പരാതിയായി സോമനാഥൻ നൽകിയിരുന്നു. അതേ തുടർന്ന് ആദ്യം തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച്, സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി അജിത്തിനെ കുറ്റക്കാരനല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ വിധിച്ചത്. തുടർന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DCP ഒരു നിയമോപദേശം തേടുകയായിരുന്നു. അതിനിടയിൽ അജിത്ത് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസിൽ സ്റ്റേ വാങ്ങി. എന്നാൽ സ്റ്റേ പിന്നീട് സർക്കാർ തന്നെ
മുതിർന്ന സർക്കാർ അഭിഭാഷകൻ ഹാജരായി സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷകന്റെ ഗവൺമെന്റ് പ്ലീഡറുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ GR അജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നിലവിൽ ഗൂഢാലോചന, ചീറ്റിംഗ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ പ്രതിയായി അജിത്ത് 5 മാസത്തിലേറെയായി കഴിഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അസോസിയേഷന്റെ മുൻ ജനറൽ സെക്രട്ടറിയും മുൻ സർക്കാരുമായെല്ലാം വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് നിരവധി ആശയക്കുഴപ്പങ്ങൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാം പരിഹാരം എന്നോണമാണ് ഇപ്പോൾ DCP T ശിവവിക്രം ഇപ്പോൾ അജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഓൺലൈൻ ടാക്സി സംവിധാനം. തിരക്കുള്ള സമയങ്ങളിൽ ഓൺലൈൻ ടാക്സികൾ സർചാർജായി അധിക തുക ഈടാക്കുന്നതായി വ്യാപക പരാതികളാണ് ഉയരുന്നത്. കൂലി വാങ്ങുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഓൺലൈൻ ടാക്സികൾക്ക് ബാധകമല്ല. ഓൺലൈൻ ടാക്സികളെ സംസ്ഥാനത്തെ ഗതാഗത നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഓട്ടോ ടാക്സികൾ യാത്രകൾക്ക് ഈടാക്കുന്നതിൽ നിന്ന് കുറച്ചു തുക ഈടാക്കി ജനങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിച്ച സംവിധാനമായിരുന്നു ഓൺലൈൻ ടാക്സി. എന്നാൽ ഓൺലൈൻ ടാക്സികൾക്ക് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന കൂലിക്ക് പരിധിയില്ല. കിലോമീറ്ററിന് 7 രൂപയിൽ തുടങ്ങി എത്ര രൂപ വേണമെങ്കിലും അവർക്ക് ഈടാക്കാം. ഇവരുടെ കൂലി നിയന്ത്രിക്കുന്നത് വിദേശ കമ്പനികളും. ഓൺലൈൻ ടാക്സികൾ സർചാർജ് കൂടി ഈടാക്കുക വഴി ഉപഭോക്താക്കളെ പിഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതിന് സർജ് പ്രൈസ് എന്ന പേര്, ഡൈനാമിക് പ്രൈസിംഗ് ഉൾപ്പെടെയുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇവ നടത്തുന്ന സർവീസ് ജനങ്ങളുടെ വലിയ പരാതിക്ക് കാരണമായതാണ്. ഇത്തരം പരാതികൾ വ്യാപകമായതോടെ ഓൺലൈൻ റേഡിയോ ടാക്സികളെ സംസ്ഥാന മോട്ടോർ വാഹന ചട്ടങ്ങളുടെ പരിധിയിൽ അതത് സംസ്ഥാനങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഓൺലൈൻ ടാക്സികളെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന തുകയ്ക്ക് നിയന്ത്രണവും കൊണ്ടുവന്നു. ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിലവിലുള്ള ഗതാഗത നിയമങ്ങളിലും ചട്ടങ്ങളിലും യാതൊന്നും പ്രതിപാദിച്ചിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സികൾക്കോ റേഡിയോ ടാക്സികൾക്കോ കേരളത്തിൽ എവിടെയും പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയാണിത്. പൂർണ്ണമായി നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനത്തെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ അടിയന്തരമായ സർക്കാർ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് ലഭിച്ചത് 70 ലക്ഷം രൂപയുടെ ഭൗതിക സാങ്കേതിക സഹായങ്ങൾ. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് അംഗങ്ങളായ 120ഓളം വിദ്യാർത്ഥികൾ 7 ദിവസങ്ങളിലായി നൽകിയ സേവനമാണ് ആശുപത്രിക്ക് മുതൽക്കൂട്ടായത്. വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധത രൂപപ്പെടുത്തുന്നതിനും പുനർജനി എന്ന പേരിൽ നടപ്പാക്കിയ ഈ കൂട്ടായ്മ സഹായിച്ചു. ചുമരുകളുടെ പെയിന്റിംഗ് മുതൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വരെയുള്ള വിവിധതരം ഭൗതിക സാങ്കേതിക സേവനങ്ങളാണ് കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 120ഓളം NSS യൂണിറ്റ് അംഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് ലഭ്യമാക്കിയത്. ചുമരുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ് പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു. ബയോ മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. വെൽഡിംഗും കട്ടിങ്ങും ഉൾപ്പെടെയുള്ള സാങ്കേതിക സേവനങ്ങളും ലഭ്യമാക്കി. ഇതിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുന്നതാകട്ടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട രോഗികൾക്ക്. LBS എഞ്ചിനീയറിംഗ് കോളേജിലെ NSSലെ ടെക്നിക്കൽ വിഭാഗമാണ് ഈ പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്തത്. ആശുപത്രികളിലെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാങ്കേതിക വൈദഗ്ധ്യം നേടിയ കുട്ടികളുടെ സഹായത്തോടുകൂടി കാസർഗോഡ് ആശുപത്രിയുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ, ഈ ഹോസ്പിറ്റലിൽ 70 ലക്ഷത്തോളം രൂപയുടെ മുതൽക്കൂട്ട് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സേവനത്തിന്റെ ഫലമായി ആശുപത്രിക്ക് ലഭിച്ചത് 70 ലക്ഷത്തോളം രൂപയുടെ ഭൗതിക സാങ്കേതിക സഹായങ്ങളാണ്. പുനർജനി എന്ന പേരിൽ നടപ്പാക്കിയ ഈ സേവന പദ്ധതി നാടിന്റെ ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാറപ്രം സമ്മേളനത്തിന്റെ 77ാം വാർഷികാഘോഷം പിണറായിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി ടൗൺ കേന്ദ്രീകരിച്ച് വൻ ബഹുജന പ്രകടനവും ചുവപ്പ് വളണ്ടിയർ മാർച്ചും നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗം നടന്ന പാറപ്രം സമ്മേളനത്തിന്റെ 77ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിണറായിയിൽ ചുവപ്പ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും നടന്നു. പിണറായി RC അമല ബേസിക് UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൊതുയോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ലോക ചരിത്രത്തിൽ എല്ലാ മനുഷ്യനെയും ഒരുപോലെ ഉപദ്രവിക്കാൻ പറ്റിയ വേറൊരു ഭരണാധികാരി ഉണ്ടാ? മോഡിയല്ലേ? നോട്ട് ഉപദ്രവിച്ചുണ്ടായ പ്രത്യേകത എല്ലാവരും ഉപദ്രവിച്ചു, ഒരാളെ ഒഴിവാക്കിയില്ല. ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളുടെ ആകെ അടിത്തറ ഇളക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
സമ്പദ്ഘടനയുടെ അടിയിളക്കിയിരിക്കുകയാണ്. മോഡിക്കെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിരോധത്തിന്റെ ചങ്ങല തീർക്കുമ്പോ സ്വന്തം ഉടുമുണ്ട് സംരക്ഷിക്കാൻ കഴിയാത്ത ഗതികെട്ടവന്റെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നതാണ് ഈ രാജ്യത്തിന്റെ നാണക്കേട്. കമ്പനിമട്ട കേന്ദ്രീകരിച്ചും ബണ്ടാരക്കുറ്റി കേന്ദ്രീകരിച്ചും നടന്ന ജാഥകൾ പിണറായി ഓലയമ്പലം ടൗണിൽ സംഗമിച്ചു. പൊതുസമ്മേളനത്തിൽ പാറപ്രം സമ്മേളനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഗ്രാമപത്രം പ്രകാശനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, നേതാക്കൾ KK നാരായണൻ, P. ബാലൻ, മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന DYFI ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കൃഷിയിറക്കിയ നെൽപ്പാടത്ത് നാടിനാഘോഷമായി കൊയ്ത്തുത്സവം. അങ്കമാലി അയിരൂരിലെ 1 ഹെക്ടർ ജൈവ നെൽപ്പാടത്തെ വിളവെടുപ്പാണ് നാടിന്റെ ആകെ ഉത്സവമായി മാറിയത്. അയിരൂർ ഒടിയപ്പാടം പാടശേഖരം സാക്ഷ്യം വഹിച്ചത് വ്യത്യസ്തമായ ഒരു കാർഷികോത്സവത്തിനായിരുന്നു. DYFI അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കുന്നതിനായി പ്രവർത്തകർ നടത്തിയ ജൈവ നെൽകൃഷിയുടെ വിളവെടുപ്പായിരുന്നു അത്. ഒരു നാടൊന്നാകെ കൊയ്ത്തുത്സവം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. 1 ഹെക്ടർ പാടത്ത് പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. രാഷ്ട്രീയ ഭേദമന്യേ വിളവെടുപ്പ് ഏറ്റെടുത്ത കർഷകർ അതൊരു ഉത്സവമാക്കി മാറ്റി. മുൻ MP P. രാജീവ്, M. സ്വരാജ് തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. യുവജനങ്ങൾക്കിടയിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നു. പുതിയ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുകയും ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന വിവിധ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ഈ സംഘാടനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ തെളിവാണ് ഈ അഭൂതപൂർവമായ ജനപങ്കാളിത്തം. സെപ്റ്റംബർ 12-നായിരുന്നു അയിരൂർ പാടശേഖരത്ത് ആഘോഷപൂർവ്വം ഞാറുനട്ടത്. വളമിടാനും കളപറിക്കാനും കൃഷി നശിപ്പിക്കാനെത്തിയ കീടങ്ങളെ തുരത്താനും ഒരു നാടൊന്നാകെ ഒന്നിച്ചു നിന്നു. ജൈവകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാണ് തരുന്നത്, കൂടുതൽ ആവേശമാണ് തരുന്നത്. അങ്ങനെ ഒരു നാടൊന്നിച്ച് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് കാർഷിക മേഖലയ്ക്ക് വ്യത്യസ്തമായ ആവേശകരമായ ഒരു അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിലും എരുമേലിയിലും പുതിയ പോലീസ് ബാച്ച് ചുമതലയേറ്റു. 2980 പോലീസുകാരാണ് സുരക്ഷയ്ക്കുള്ളത്. സന്നിധാനത്ത് 12 DYSPമാരും 30 CIമാരും 100 ASIമാരും 1325 പോലീസുകാരെയുമാണ് സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും സന്നിധാനത്തും മാളികപ്പുറത്തും സുരക്ഷ വർദ്ധിപ്പിച്ചതും. തീർത്ഥാടകരുടെ സേവകരെന്ന നിലയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നും വാക്കുകളിൽ പോലും മര്യാദ കാട്ടണമെന്നുമാണ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. ജോലിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും അയ്യപ്പന്മാരെന്നും മാളികപ്പുറങ്ങളെന്നും മണികണ്ഠന്മാരെന്നും മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. പമ്പയിൽ 8 DYSPമാരും 18 CIമാരും 80 SI ASIമാരും 960 പോലീസുകാരും 13 വനിതാ പോലീസുകാരുമാണുള്ളത്. എരുമേലിയിൽ 1 DYSPയുടെ നേതൃത്വത്തിൽ 6 CIമാരും 63 SI ASIമാരും 358 പോലീസുകാരും 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ജോലിക്കുണ്ട്. കർണാടക പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് എത്തും. പമ്പയിലും സന്നിധാനത്തുമായി 80 പേരാണ് ജോലി നോക്കുന്നത്. 12 ASIമാരും 68 പോലീസുകാരുമാണ് പുതിയ ബാച്ചിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 64 പേർ സന്നിധാനത്തുണ്ട്. അഗ്നിശമന രക്ഷാസേനയുടെ 4ാമത് ബാച്ചും ചുമതലയേറ്റിട്ടുണ്ട്. സന്നിധാനത്ത് കേരള, തമിഴ്നാട്, കർണാടക പോലീസും ദ്രുതകർമ്മസേനയും കേരള പോലീസ് കമാൻഡോകളും ദേശീയ ദുരന്ത നിവാരണ സേനയും റിസർവ് പോലീസും തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ രംഗത്തുണ്ട്. വിജേഷ് നടുവിൽ, സന്നിധാനം.